പുണ്യവാണനോട് അത് വേണം ഇത് വേണമെന്നൊക്കെ പറഞ്ഞാൽ അത് മണ്ടത്തരമാവും. ഈശോയുടെ സാന്നിധ്യം ചോദിക്കുക, പരിശുദ്ധാത്മ കൃപ ചോദിക്കുക, ആ തീക്ഷ്ണത ചോദിക്കുക, ആ നീതിബോധം ചോദിക്കുക, ആ പ്രവാചക ധീരത ചോദിക്കാം. നമുക്ക് ഭക്തിയോടുകൂടെ ഈ ബലി അർപ്പിക്കാം. സഹോദരരേ, ദിവ്യരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാ. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു. എനിക്കു വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു. ദിവ്യമഹിമകൾ പാടുന്നു, അങ്ങേ മഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നീവർ താഴ്മയായി. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു സ്വർലോക രാജനെ. സർവൈക ശക്തനാം ദൈവമേ, താതനാമങ്ങയെ വാഴ്ത്തുന്നു. ഏകാത്മജാദൈവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാമങ്ങയെ വാഴ്ത്തുന്നു. ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ,
കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനി ഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നിർമ്മലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ. കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാം യേശുവേ. അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും. അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവമഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, കർത്താവായ ക്രിസ്തുവിന് വേണ്ടി പരിപൂർണമായൊരു ജനത്തെ ഒരുക്കാൻ വിശുദ്ധ സ്നാപക യോഹന്നാൻ അങ്ങ് നിയോഗിച്ചുവല്ലോ. അങ്ങേ ജനത്തിന് ആത്മീയാനന്ദത്തിൻ്റെ കൃപ നൽകുകയും എല്ലാ വിശ്വാസികളുടെ ഹൃദയങ്ങൾ രക്ഷയുടെയും സമാധാനത്തിൻ്റെ മാർഗത്തിലൂടെ നയിക്കുകയും ചെയ്യണമേ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. സ്നാപക യോഹന്നാന്റെ പിറവി. ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. തീരദേശങ്ങളെ, വിദൂര ജനതകളെ, എൻ്റെ വാക്കു കേൾക്കുവിൻ. ഗർഭത്തിൽ തന്നെ എന്നെ കർത്താവ് വിളിച്ചു. അമ്മയുടെ ഉദരത്തിൽ വെച്ചു തന്നെ അവിടുന്ന് എന്നെ നാമകരണം ചെയ്തു. എൻ്റെ നാവിനെ അവിടുന്ന് മൂർച്ചയുള്ള വാളുപോലെയാക്കി. തൻ്റെ കൈയുടെ നിഴലിൽ അവിടുന്ന് എന്നെ മറച്ചു. എന്നെ മിനുക്കിയ അസ്ത്രമാക്കി തൻ്റെ ആവനാഴിയിൽ അവിടുന്ന് ഒളിച്ചു വെച്ചു. ഇസ്രായേലേ, നീ എൻ്റെ ദാസനാണ്, നിന്നിൽ ഞാൻ മഹത്വം പ്രാപിക്കുമെന്ന് അവിടുന്ന് അരുൾ ചെയ്തു. ഞാൻ പറഞ്ഞു, ഞാൻ വ്യർത്ഥമായി അധ്വാനിച്ചു, എൻ്റെ ശക്തി വ്യർത്ഥമായും നിഷ്ഫലമായും ചെലവഴിച്ചു. എങ്കിലും എൻ്റെ അവകാശം കർത്താവിലും പ്രതിഫലം ദൈവത്തിലുമാണ്. യാക്കോബിനെ തിരികെ കൊണ്ടുവരാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു ചേർക്കാനും ഗർഭത്തിൽ വെച്ചു തന്നെ എന്നെ തൻ്റെ ദാസനായി രൂപപ്പെടുത്തിയ കർത്താവ് അരുൾ ചെയ്യുന്നു. എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവുകയും ചെയ്തിരിക്കുന്നു. അവിടുന്ന് അരുൾ ചെയ്യുന്നു, യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രായേലിൽ അവശേഷിച്ചിരിക്കുന്നവരെ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായിരിക്കുക വളരെ ചെറിയ കാര്യമാണ്. എൻ്റെ രക്ഷ ലോകാതിർത്തി വരെ എത്തുന്നതിന് ഞാൻ നിന്നെ ലോകത്തിൻ്റെ പ്രകാശമായി നൽകും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. പ്രതിവചന സങ്കീർത്തനം. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. ദൈവമേ, ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. കർത്താവേ, അവിടുന്ന് എന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു. ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു.
എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു. എൻ്റെ മാർഗങ്ങൾ അങ്ങേക്കു നന്നായി അറിയാം. ദൈവമേ, ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് വിസ്മരണീയമായി സൃഷ്ടിച്ചു. വിസ്മരണീയമായി സൃഷ്ടിച്ചു. അവിടുന്നാണ് എൻ്റെ അന്തരംഗത്തിന് രൂപം നൽകിയത്. എൻ്റെ അമ്മയുടെ ഉദരത്തിൽ അവിടുന്ന് എന്നെ മെനഞ്ഞു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. ദൈവമേ, ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. വിസ്മരണീയമായി സൃഷ്ടിച്ചു. അവിടുത്തെ സൃഷ്ടികൾ അത്ഭുതകരമാണ്. എനിക്കത് നന്നായി അറിയാം. ഞാൻ നിഗൂഢതയിൽ ഉരുവാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ വെച്ച് സൂക്ഷ്മതയോടെ സൃഷ്ടിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ രൂപം അങ്ങേക്ക് അജ്ഞാതമായിരുന്നില്ല. ദൈവമേ, ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. എന്തെന്നാൽ അങ്ങ് എന്നെ വിസ്മരണീയമായി സൃഷ്ടിച്ചു. വിസ്മരണീയമായി സൃഷ്ടിച്ചു. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, സാവൂളിനെ നീക്കം ചെയ്തിട്ട് ദാവീദിനെ അവരുടെ രാജാവായി അവിടുന്ന് ഉയർത്തി. അവനെക്കുറിച്ച് അവിടുന്ന് ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു: ജസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ ഒരു മനുഷ്യനെ ഞാൻ കണ്ടെത്തിയിരിക്കുന്നു. അവൻ എൻ്റെ ഹിതം നിറവേറ്റും. വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ഇവൻ്റെ വംശത്തിൽ നിന്ന് ഇസ്രായേലിനെ രക്ഷിക്കാനായി യേശുവിനെ ദൈവം ഉയർത്തിയിരിക്കുന്നു. അവൻ്റെ ആഗമനത്തിനു മുമ്പ് യോഹന്നാൻ ഇസ്രായേലിനെ എല്ലാ ജനതകളോടും അനുതാപത്തിൻ്റെ ജ്ഞാനസ്ഥാനം സ്വീകരിച്ചും തൻ്റെ ദൗത്യം അവസാനിക്കാറായപ്പോൾ യോഹന്നാൻ പറഞ്ഞു, ഞാൻ ആരെന്നാണ് നിങ്ങളുടെ സങ്കല്പം? ഞാൻ അവനല്ല, എന്നാൽ ഇതാ എനിക്ക് ശേഷം ഒരുവൻ വരുന്നു. അവൻ്റെ പാദരക്ഷ അഴിക്കാൻ ഞാൻ യോഗ്യനല്ല. സഹോദരരെ, അബ്രഹാത്തിൻ്റെ സന്തതികളെ, ദൈവഭയമുള്ളവരെ, നമ്മുടെ അടുത്തേക്ക് ഈ രക്ഷയുടെ വചനം അയക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നീയോ കുഞ്ഞെ അത്യുന്നതൻ്റെ പ്രവാചകൻ എന്ന് വിളിക്കപ്പെടും. കർത്താവിന് വഴിയൊരുക്കാൻ അവിടുത്തെ മുമ്പേ നീ പോകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നുവെന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്ത് സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വന്നു. പിതാവിൻ്റെ പേരനുസരിച്ച് സഖറിയ എന്ന് അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിൻ്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേരില്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നതെന്ന് അവൻ്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ച് ചോദിച്ചു. അവർ ഒരു എഴുത്തുപലക വരുത്തി അതിൽ എഴുതി, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവൻ്റെ വായ് തുറക്കപ്പെട്ടു, നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയായിലെ മലനാട്ടിലെങ്ങും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു.
കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിൻ്റെ കരം അവനോടുകൂടെ ഉണ്ടായിരുന്നു. ശിശു വളർന്നു, ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുത്തുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ സ്നേഹമുള്ളവരെ, യോഹന്നാൻ എന്ന പേരിൻ്റെ അർത്ഥം ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ദൈവം കാരുണ്യം കാണിച്ചിരിക്കുന്നു, ദൈവം കൃപയുള്ളവൻ, ദൈവം കരുണയുള്ളവൻ. യാഹ്വേ ഹനാൻ, അങ്ങനെയാണ് അത്. ആ വാക്ക് രണ്ടായിട്ട് വേർതിരിച്ചാൽ യാഹ്വേ ഹനാൻ. നമ്മൾ പറയില്ല ഹനാൻ വെള്ളം, കൃപയുള്ള വെള്ളം, കൃപയുള്ള വെള്ളം, ഹനാൻ, ഹനാൻ വെള്ളം. അപ്പം കൃപ കാണിച്ചിരിക്കുന്നു, കരുണ കാണിച്ചിരിക്കുന്നു, അതാണ്. അപ്പോൾ ഇന്നത്തെ സുവിശേഷത്തിൽ അത് പറയുന്നുണ്ട്, എന്നോട് കരുണ കാണിച്ചിരിക്കുന്നു, കരുണ കാണിച്ചിരിക്കുന്നു. നാണക്കേടായിരുന്നല്ലോ, ഒരു കുട്ടിയില്ലാത്തത് നാണക്കേടായിരുന്നു. ഒരു കുഞ്ഞിനെ നൽകി എലിസബത്തിനോട് ദൈവം കരുണ കാണിച്ചിരിക്കുന്നു. അതാണ് യാഹ്വേ ഹനാൻ, യോഹന്നാൻ എന്ന പേര്. ഒരാൾ സെയിൻറ്റ് ജോൺ, ഇന്ന് സെയിൻറ്റ് ജോൺ ആണല്ലോ, എന്നിട്ട് എന്താ യോഹന്നാൻ എന്ന്? അപ്പോൾ ചിലർക്കറിയില്ല. ഈ പേര് പല രീതിയിലുണ്ട്. യോഹന്നാൻ നമ്മൾ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ ജോൺ, ഇനി ഐവാൻ, ഇവാനിയോ, യോഹന്നസ്, അങ്ങനെ പല പേരുണ്ട്. ഇത് പല ഭാഷകളിൽ പല രീതിയിലാണ് അറിയപ്പെടുക. വളരെ ഈ തിരുനാൾ, ഈ ബർത്ത്ഡേ വളരെ കൃത്യമായിട്ടാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. ഡിസംബർ 25 ഈശോയുടെ ബർത്ത്ഡേ. അതിൻ്റെ പുറകിലേക്ക് 9 മാസം നോക്കിയാൽ മാർച്ച് 25 മംഗളവാർത്ത. മാർച്ച് 25 മംഗളവാർത്ത. അന്ന് മറിയത്തോട് പറഞ്ഞത്, നിൻ്റെ ചാർച്ചക്കാരി ഇല്ലേ എലിസബത്ത് ഗർഭവതിയാണ്, അവൾക്കിത് 6-ാം മാസമാണ്, 6-ാം മാസമാണ്. അപ്പോൾ ഹല്ലേലൂയ. അപ്പോൾ മാർച്ച് 25 മംഗളവാർത്തയുടെ അന്ന് മാതാവിനോട് പറഞ്ഞത് അവൾക്ക് എലിസബത്തിന് 6-ാം മാസമാണ്. അപ്പം 3 മാസം കഴിയുമ്പോൾ കൃത്യം ഡേറ്റാണ്, ജൂൺ 24 സ്നാപയോഹന്നാൻ ജനിച്ചു. അതിനുശേഷം 6 മാസം കഴിഞ്ഞിട്ടാണ് ഈശോ ജനിക്കുന്നത്. അപ്പോൾ അത് ഈശോയും സ്നാപയോഹന്നാൻ തമ്മിലുള്ള വ്യത്യാസം, വയസ്സ് വ്യത്യാസം 6 മാസമാണ്. അപ്പോൾ ഇത് ഒരു നല്ലൊരു ചിന്തയാണ്. നമ്മളിത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്താണ് അവർ ഇത് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. മലാക്കി പ്രവാചകൻ കഴിഞ്ഞിട്ട് 400 വർഷത്തിന് ശേഷമാണ് മറ്റൊരു പ്രവാചകൻ സ്നാപയോഹന്നാൻ വരുന്നത്. ഇതിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിലും ലൂക്കായുടെ സുവിശേഷത്തിലും ഇത് ഏലിയ പ്രവാചകൻ്റെ ചൈതന്യത്തോടുകൂടി വരുന്നവൻ എന്ന പ്രവചനമുണ്ട്. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യത്തിലാണ്. മലാക്കി 4:5 പറയുക. അപ്പോൾ ഏലിയ പ്രവാചകൻ്റെ ഒരു ചൈതന്യം നമുക്കറിയാമല്ലോ. രൂപാന്തരണ സമയത്ത് മോശയും ഏലിയായും, പുതിയ മോശ യേശുവാണ്, പുതിയ ഏലിയ സ്നാപയോഹന്നാനാണ്. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, എത്രമാത്രം പ്രാധാന്യമുണ്ട് സ്നാപയോഹന്നാന് സഭയിലും. അത്രയധികം പ്രാധാന്യമുള്ള ഒരു സാന്നിധ്യമാണ് വിശുദ്ധ സ്നാപയോഹന്നാൻ. ഇനി ഇദ്ദേഹത്തിൻ്റെ ദൗത്യം ഈശോയ്ക്ക് വഴിയൊരുക്കുക. ഈശോ എന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? ഈശോ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കാൻ വേണ്ടിയിട്ടല്ലേ, നമ്മളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടല്ലേ? സ്വയം ഇല്ലാണ്ടായി നമ്മളെ രക്ഷിക്കാൻ വേണ്ടി സ്വയം മരണപ്പെട്ട് തൻ്റെ ശരീരം മുറിക്കപ്പെട്ട് ആണ് ഈശോ നമുക്ക് രക്ഷ നേടിത്തന്നത്. അപ്പോൾ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവനും അതുപോലെ അതൊരു സംഭവിക്കുന്നുണ്ടല്ലോ, രക്തസാക്ഷിത്വം. ഈ ഇദ്ദേഹത്തിൻ്റെ ഭക്ഷണം വെട്ടുകിളിയും കാട്ടുതേനും. അതൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. നമുക്കറിയാമല്ലോ, ഈജിപ്തിൽ വെട്ടുകിളികളെ അയച്ചു. അവരുടെ ഹൃദയം കഠിനമായതുകൊണ്ട്, ഇസ്രായേലിയരെ വിട്ടുതരാത്തത് കൊണ്ട് അവരെ വെട്ടുകിളികളെ അയച്ചുകൊണ്ട് അവരെ ശിക്ഷിക്കുന്നുണ്ട് ദൈവം. നമുക്കറിയാം, ചില പാടങ്ങളിൽ വിളവുകൾ തിന്നു തീർക്കുന്നത് വെട്ടുകിളികളാണ്, വിളവുകളെ നശിപ്പിക്കുന്നത് വെട്ടുകിളികളാണ്. മലാക്കി പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെട്ടുകിളികളെ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല.
നിങ്ങളുടെ വയലുകളിലെ മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയില്ല, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ഇദ്ദേഹം വെട്ടുകിളികളെ ഭക്ഷണമാക്കി എന്നതിൻ്റെ ധ്വനി എന്താണ്? ജനത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ ഇദ്ദേഹം തിന്നുകളഞ്ഞു. ജനത്തെ നശിപ്പിക്കുന്ന ഒരു തിന്മയെ സ്നാപയോഹന്നാൻ തിന്നു വിഴുങ്ങി എന്നാണ് അതിനർത്ഥം, അല്ലേ? അങ്ങനെ ഒന്ന് ധ്യാനിച്ച്, ഈശോ നമുക്ക് വേണ്ടി ശരീരത്തിൽ മുറിക്കപ്പെട്ട് മരിച്ച് നമുക്ക് രക്ഷ നേടിത്തന്നെങ്കിൽ ഈശോയ്ക്ക് വഴിയൊരുക്കാൻ വന്നവൻ നമ്മളെ നശിപ്പിക്കുന്ന, നമ്മുടെ വിളവുകളെ നശിപ്പിക്കുന്ന എല്ലാത്തിനെയും വിഴുങ്ങിയിട്ട് സ്വയം മരണപ്പെട്ട്, ഇല്ലേ, ശിരച്ഛേദനം, സത്യത്തിനും നീതിക്കും വേണ്ടി നിന്നതിൻ്റെ പേരിൽ മരണപ്പെട്ട് അങ്ങനെ വഴിയൊരുക്കി. ഇപ്പം സ്നാപയോഹന്നാൻ്റെ തീക്ഷ്ണത വളരെ വലുതാണ്. നമുക്ക് ഈ ഇദ്ദേഹത്തിൽ ഒരു ത്രിത്വൈക ദൈവ സാന്നിധ്യമുണ്ട്. നമ്മളിപ്പോൾ മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിലാണല്ലോ, മാതാവിലൊരു ത്രിത്വൈക ദൈവ സാന്നിധ്യമുണ്ട്. അതുപോലെയാണ് സ്നാപയോഹന്നാനിലും ഒരു ത്രിത്വൈക ദൈവ സാന്നിധ്യമുണ്ട്. യഥാർത്ഥത്തിൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എനിക്കത് വേണം ഇത് വേണം അല്ല, ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം എന്നാണ് പ്രാർത്ഥിക്കേണ്ടത്. കാരണം വചനം ദൈവമാണ്, ഇല്ല, വചനം ദൈവമാണ്. അപ്പോൾ ഈശോ വചനമാണ്, വചനം ദൈവമാണ്, ഈശോ വചനമാണ്. ഇദ്ദേഹം പറയാണ്, ഞാൻ വെറും ശബ്ദം മാത്രമാണ്, ഞാൻ വാക്കല്ല, ഞാൻ വെറും ശബ്ദം മാത്രമാണ്. അപ്പൊ ദൈവത്തിൻ്റെ ഒരു സാന്നിധ്യമാണ്. ദൈവം വാക്കാണെങ്കിൽ അത് പുറത്തേക്ക് വരുന്ന ശബ്ദമാണ് സ്നാപയോഹന്നാൻ. ഇനി ദൈവരാജ്യം ബലവശ്യമാണെന്ന് പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 12-ാം വാക്യത്തിലാണ്. ദൈവരാജ്യം ബലവശ്യമാണ്, ബലപ്രയോഗത്തിന് വിധേയമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ബലം പരിശുദ്ധാത്മാവാണ്. അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, അവിടുത്തെ ബലം ഞങ്ങൾക്കാവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യമാണ്. ഇനി അവൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. ഈശോ പറഞ്ഞിട്ടുള്ളതാണ്. അത് യോഹന്നാന്റെ സുവിശേഷം 5-35 വാക്യമാണ്. അവൻ കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു. പ്രകാശം ഈശോ, ഇദ്ദേഹം കത്തിജ്വലിക്കുന്ന വിളക്ക്. അപ്പോൾ ത്രിത്വൈക ദൈവ സാന്നിധ്യം നോക്കിക്കാം. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്. യഥാർത്ഥത്തിൽ ഈ വിശുദ്ധൻ്റെ തിരുനാൾ നമ്മളിന്ന് കൊണ്ടാടുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ എളിമ നമ്മളൊന്ന് പരിശീലിക്കേണ്ടതുണ്ട്. ഇദ്ദേഹത്തെക്കുറിച്ച് പ്രവചനത്തിൽ തന്നെ പറയുന്ന ലഹരി പാനീയങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല, അവൻ ഉപയോഗിക്കാല എന്നാണ് പറഞ്ഞത്. അത് ലൂക്കായുടെ സുവിശേഷം 1-ാം വാക്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ശരീരമാണ്, ദൈവത്തിൻ്റെ ആലയമാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം, നമ്മൾ അടുത്തുള്ളൊരു വീട്ടിൽ പോയിട്ട് എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കുമോ? നമ്മുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചാലും അടുത്ത വീട്ടിൽ പോയിട്ട് നമ്മൾ നല്ല ഡീസൻ്റായിട്ട് നിൽക്കും. അപ്പം നമ്മുടെ ബോഡി നമ്മുടേതല്ല, ദൈവത്തിൻ്റെതാണ്. അപ്പോൾ നമ്മുടെ ബോഡി ദൈവത്തിൻ്റെതാണെന്ന് ചിന്തിക്കാനുള്ള എളിമ. ദൈവത്തിൻ്റെ ബോഡിയിൽ കിടന്ന് അർമാദിക്കാമോ? അതൊരു നമ്മൾ ചിന്തിക്കേണ്ട ഒരു ധ്യാന വിഷയമാണ്. ദൈവത്തിൻ്റെ ബോഡി നശിപ്പിക്കാമോ? ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് ദൈവത്തിൻ്റെ ബോഡി തോന്നിയതുപോലെ കാണിക്കാമോ? നമ്മുടെ ബോഡിയാണെങ്കിൽ നമ്മൾ നിയന്ത്രിക്കണം പല കാര്യങ്ങൾ. ഇത് നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. ഹാർട്ട്, ബ്രെയിൻ, കിഡ്നി, ഇങ്ങനെ എന്തോരം അവയവങ്ങളാ, നമുക്കൊന്നും നിയന്ത്രിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു ചൈതന്യം അതാണ്. അത് നമ്മൾക്കൊരു പാഠമായിട്ട് സ്വീകരിക്കണം. ഇനി യോഹന്നാൻ്റെ സുവിശേഷം 3-ാം 30-ാം വാക്യം, അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടീഷൻസൊക്കെ വെക്കുമ്പോഴും ദൈവത്തിന് മുമ്പിൽ, ദൈവമേ എൻ്റെ മകൻ പാസ്സാക്കിക്കണം, പാസ്സായാൽ ഞാൻ മുടി പഠിക്കാം, എനിക്ക് ജോലി കിട്ടിയാൽ ഞാൻ മുട്ടിനിറങ്ങാം. ദൈവം ഒരു കണ്ടീഷനും ഇല്ലാതെ നമ്മളെ സ്നേഹിച്ച് മരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കണ്ടീഷൻ വെക്കുന്നു. അപ്പോൾ ആരാണ് വലുതെന്ന് ചിന്തിക്കുന്നത്? ദൈവമാണോ വലുത്, നമ്മളാണോ വലുത്? സ്നാപയോഹന്നാൻ പറഞ്ഞെന്താ? അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. നമ്മൾ വലുതെന്ന് ചിന്തിക്കുന്നത് കൊണ്ടല്ലേ എനിക്കിന്നത് നേടിത്തരണം, എന്നാലേ ഞാൻ പള്ളി വരുള്ളൂ, ഇന്നത് സാധിച്ചാലേ ഞാൻ അത് ചെയ്യുള്ളൂ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ എളിമയില്ലായ്മയാണ്. എൻ്റെ ഈശോയെ, എനിക്ക് അങ്ങക്ക് ഇഷ്ടമുള്ളത് താ കർത്താവേ എന്ന് പറഞ്ഞാൽ പോരെ?
എന്തു തന്നെ ആയാലും അത് ഏറ്റെടുക്കാനുള്ള കഴിവെനിക്ക് തരണമേ, അങ്ങനെയല്ലേ പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ സ്നാപയോഹന്നാനിൽ നിന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇനിയും പലരും വന്ന് ചോദിച്ചു, നീ വരാനിരിക്കുന്നവനാണോ എന്ന് ചോദിച്ചപ്പോൾ ഇവൻ അസന്നിഗ്ധമായിട്ട് പറഞ്ഞു, ഉറപ്പിച്ച് പറഞ്ഞു, ഒരു സംശയമില്ലാതെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവല്ല. നമ്മളോടിപ്പോൾ ആരെങ്കിലും ചോദിക്കണം, ചിലപ്പോൾ ചില ആളുകൾ ജോലി കിട്ടാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാറുണ്ട്, ഇല്ലാത്ത സർട്ടിഫിക്കറ്റ്, കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ആരെങ്കിലും സംശയിച്ചിട്ട് അച്ഛൻ ഇവിടുത്തെ ആളാണല്ലേ, അല്ലെങ്കിൽ ചേട്ടൻ ഇവിടുത്തെ ആളാണല്ലേ, ഇവിടുത്തെ ആളൊന്നും ആയിരിക്കില്ല, എന്നാലും അയാൾ പറഞ്ഞതിനെ പറ്റി ശരി ശരി ഞാൻ ഇവിടുത്തെ ആളാണ്, അങ്ങനെ ഒരു ചിന്ത ചിലപ്പോൾ നമ്മളിലേക്ക് വരും. പക്ഷേ ഇദ്ദേഹം നീ ക്രിസ്തുവാണോ എന്ന് ചോദിക്കുമ്പോൾ വേണമെങ്കിൽ പറയായിരുന്നു, ഞാനാണ് ക്രിസ്തു എന്ന് പറയാമായിരുന്നു. ഞാനല്ല ക്രിസ്തു, ഞാൻ ക്രിസ്തുവല്ല, ഞാൻ അവന് വഴിയൊരുക്കാൻ വന്നവനാണ്. ഇതിങ്ങനെ ബോധ്യത്തോടെ പറയുന്നത് ഒരു കാര്യമാണ്. ഇനിയും അങ്ങനെ ഈശോ വന്നിട്ട് മാമോദീസ കൊടുക്കാൻ തുടങ്ങി. അപ്പോഴാണ് യോഹന്നാൻ മാമോദീസ കൊടുത്തോണ്ടിരിക്കുകയാണല്ലോ, യോഹന്നാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ശിഷ്യന്മാർ കുറച്ച് പേര് വന്നിട്ട് ഒരുത്തം വന്ന് അവിടെ നിന്ന് മാമോദീസ കൊടുക്കുന്നു. അപ്പോൾ വേണമെങ്കിൽ ആരാണവൻ, ഞാനിവിടെ നിൽക്കുമ്പോൾ വേറൊരുത്തം വന്ന് മാമോദീസ കൊടുക്കുന്നോ, അങ്ങനെയൊക്കെ ചിന്തിക്കാം. ഞാനല്ല ഇവിടുത്തെ ആള്, ഞാനല്ലേ മാമോദീസ കൊടുക്കേണ്ട ആള് എന്ന് പറയാമായിരുന്നു. പക്ഷേ അദ്ദേഹം ആത്മാവിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് വളരെ സംയമനത്തോടെ പറഞ്ഞു, സ്വർഗത്തിൽ നിന്ന് നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അത് ക്രിസ്തുവാണെന്ന ധ്വനിയുണ്ട്, അത് സ്വർഗത്തിൽ നിന്നുള്ള ഒരാളാണത്, അല്ലെങ്കിൽ ഒരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അല്ല, ഇങ്ങനെ പറയാൻ സ്നാപയോഹന്നാന് സാധിച്ചു. അത് നമ്മൾ ധ്യാനിക്കേണ്ട ഒരു കാര്യമാണ്. ഇനി ഈശോ സ്നാപയോഹന്നാനെ കുറിച്ച് പറഞ്ഞ കമന്റ്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ വലിയവനാണിവൻ. നമ്മളെക്കുറിച്ച് പറയോ എന്തെങ്കിലും ഒരു കമന്റ് ഈശോ പറയോ? അവൻ മിടുക്കനാണ് എന്ന് പറയോ? ഈശോയെക്കുറിച്ച് പറയുന്ന കമന്റ് അറിയാമല്ലോ, യേശു ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്നു. നമ്മൾക്ക് വേണ്ടിയിട്ട് ഈശോ ഒരു കമന്റ് പറഞ്ഞാൽ എന്ത് പറയും? എന്ത് പറയും? അതൊന്ന് ചിന്തിച്ചേ. ഈശോ നമുക്ക് വേണ്ടി ഒരു കമന്റ് പറഞ്ഞാൽ, അവൻ പള്ളിയിലൊക്കെ പോകുന്ന നല്ല ആളാണ്, അല്ലെങ്കിൽ അവൻ ഷാപ്പിലൊക്കെ കയറി നടക്കുന്ന ആളാണ്, കള്ളുകുടിയനാണ്, കൊള്ളരാത്തവനാണ്, എന്ത് പറയും ഈശോ? എന്ത് പറയും ഈശോ നമ്മളെക്കുറിച്ചൊരു കമന്റ് ഇപ്പം പറഞ്ഞാൽ എന്ത് പറയും? നമ്മളൊന്ന് ധ്യാനിക്കുന്നത് നല്ലതാണ്. ഇനിയും അങ്ങനെ സ്നാപയോഹന്നാൻ കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ സ്നാപയോഹന്നാന് സംശയമായി. അപ്പോൾ വരാനിരിക്കുന്നവൻ നീ തന്നെയോ എന്ന് ശിഷ്യന്മാരെ വിട്ട് ഈശോയോട് ചോദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പോയി അറിയിക്കുക. എന്താ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്? രോഗികളൊക്കെ സൗഖ്യം പ്രാപിക്കുന്നു. അപ്പോൾ ഇത്രയും ആത്മാവിൽ ജനിച്ച് ഈശോയ്ക്ക് വഴിയൊരുക്കി പരിശുദ്ധാത്മ ചൈതന്യമുള്ള ത്രിത്വൈക ദൈവ സാന്നിധ്യമുള്ള എളിമയുള്ള സ്നാപയോഹന്നാന് പോലും ഈശോയെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ വരാനിരിക്കുന്ന നീ തന്നെയോ എന്ന് ചോദിപ്പിക്കേണ്ട കാര്യമുണ്ടോ? അങ്ങനെയെങ്കിൽ വെറും പാപികളും ബലഹീനരും ഒന്നിനും കൊള്ളാത്ത നമ്മൾക്ക് ഈശോയെക്കുറിച്ച് വല്ലതും അറിയാവോ? ഈശോയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ഇനി അറിഞ്ഞത് ഞാൻ ഈശോയെ എനിക്കറിയാമെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുമോ? ഒന്നും അറിഞ്ഞിട്ടില്ല പ്രിയ ദൈവവൈതലേ, ഒന്നും അറിഞ്ഞിട്ടില്ല. നമുക്ക് ഈശോയെ അറിയാൻ ശ്രമിക്കാം. ഈ സ്നാപയോഹന്നാൻ്റെ തിരുനാളിൽ ദിവസത്തിൽ നമുക്ക് ഈ ഒരു എളിമ, ഈ ത്രിത്വൈക ദൈവ സാന്നിധ്യം, പരിശുദ്ധാത്മാൻ്റെ അഭിഷേകം, സത്യത്തിന് വേണ്ടി നിലകൊള്ളാനായിട്ടുള്ള ധീരത, പ്രവാചക ധീരത, തെറ്റ് കണ്ടു കഴിഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ ഉള്ള ധൈര്യം, തെറ്റിൽ ജീവിക്കുന്ന ഒരാൾക്ക് മറ്റൊരുവൻ്റെ തെറ്റ് കണ്ടാൽ തെറ്റ് ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ എങ്ങനെ സാധിക്കും? മക്കൾക്ക് എങ്ങനെ തിരുത്തൽ കൊടുക്കാൻ സാധിക്കും? പള്ളി പോകാത്ത, കുമ്പസാരിക്കാത്ത കള്ളുകുടിയനായ ഒരു അപ്പന് മകനെ നീ പള്ളി പോകണം, നീ കുമ്പസാരിക്കണമെന്ന് പറയാൻ എങ്ങനെ സാധിക്കും? അപ്പോൾ ഈ പ്രവാചകനായ സ്നാപയോഹന്നാൻ്റെ ധീരത അതാണ്. നമുക്ക് ഈ തിരുഹൃദയ മാസത്തിൽ കർത്താവെ ഞങ്ങളിങ്ങനെ സംരക്ഷിക്കണമേ, ചേർത്ത് പിടിച്ച് സംരക്ഷിക്കണമേ. ഈശോയെ അറിയാൻ, ഒരിക്കലും ഈശോയ്ക്ക് നഷ്ടപ്പെട്ടവരായി മാറാതിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ
നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാ സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ആമേൻ. നമുക്ക് എല്ലാവർക്കും ഈ സമയം എഴുന്നേറ്റ് നിൽക്കാം. വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലാം. ഏക ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്ക് മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിനുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായി സത്തയിൽ ഏകനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തുനിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന പോന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാന സ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. നമുക്ക് കാഴ്ചവെപ്പിലേക്ക് പ്രവേശിക്കാം. സ്നേഹപൂർവം നൽകുന്നു നാഥ സർവവും കാൽത്താരിൽ കാണിക്കയാ, സ്വീകരിക്കണമേ നൈവേദ്യമാ, അനുഗ്രഹിക്കൂ ദേവ സാമോദമാ. ഉയരുമേ കാസയിൽ അർച്ചനയാ, ഉയർത്തുന്നു ഞങ്ങൾ തൻ കൃത്തടവും, അലിവോടെ നാദാ സ്വീകരിക്കൂ തിരുമുൾ കാഴ്ചയാ കൈക്കൊള്ളണേ. പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, ലോകരക്ഷകനായി അങ്ങേ വരാനിരിക്കുന്നവനായി പ്രഖ്യാപിക്കുകയും ആഗതനായവനായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്ത സ്നാപക യോഹന്നാന്റെ ജന്മദിനം ഉചിതമായ വണക്കത്തോടെ ആഘോഷിച്ചുകൊണ്ട് അങ്ങേ അൾത്താരയിൽ ഈ കാഴ്ചദ്രവ്യങ്ങൾ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടു കൂടെ, ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ,
ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സമുന്നതമായ ബഹുമതികളോടെ അങ്ങ് നിയോഗിച്ചവനും അവിടുത്തെ മുന്നോടിയുമായ സ്നാപക യോഹന്നാനിൽ അങ്ങേ മഹിമ ഞങ്ങൾ പ്രകീർത്തിക്കുന്നു. ആസന്നമായ മനുഷ്യരക്ഷയെ പ്രതി ജനനത്തിന് മുമ്പ് തന്നെ അദ്ദേഹം ആനന്ദത്താൽ കുതിച്ചു ചാടുകയും ജനനത്തോടെ വലിയ സന്തോഷം പ്രദാനം ചെയ്യുകയും ചെയ്തു. എല്ലാ പ്രവാചക ഗണത്തിലും വെച്ച് അദ്ദേഹം മാത്രമാണ് രക്ഷയുടെ കുഞ്ഞാടിനെ ചൂണ്ടിക്കാട്ടിയത്. കൂടാതെ ജലത്തിൻ്റെ പ്രവാഹം പോലും വിശുദ്ധീകരിക്കപ്പെടേണ്ടതിനായി അദ്ദേഹം ജ്ഞാനസ്നാനത്തിൻ്റെ ഉടയവനെ തന്നെ സ്നാനപ്പെടുത്തുകയും രക്തം ചിന്തിക്കൊണ്ട് അവിടുത്തേക്ക് ഉത്തമ സാക്ഷ്യം നൽകാൻ അർഹനാവുകയും ചെയ്തു. ആകയാൽ എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഞങ്ങളും താഴ്മയോടെ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹിയും വിണ്ടലവും ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാലങ്ങ് ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമാ തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു.
അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത് കൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിനും ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേയും ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയോർക്കണമേ. ഞങ്ങളുടെ ലയോ 14 പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ സഹായരാജ് മെത്രാനോടും മറ്റെല്ലാ മെത്രാന്മാരോടും വൈദികഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങൾ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും വിശുദ്ധ സ്നാപക യോഹന്നാനോടും കാലാകാലങ്ങളിൽ അങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നുമെന്നേക്കും. നമുക്ക് എഴുന്നേൽക്കാം. നമ്മുടെ കർത്താവ് കൽപ്പിച്ചതും പഠിപ്പിച്ചതും അനുസരിച്ച് നമുക്കൊന്ന് ചേർന്ന് സ്നേഹത്തോടെ ഭക്തിയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും
ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദേവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവേ, അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും.